ലോകത്തിന്റെ ഏറ്റവും തണുപ്പേറിയ അന്റാർട്ടിക്ക ഇന്ന് ഒരു അഗ്നിപർവ്വതം പോലെ പുകയുകയാണ്. ഭൂമിക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന രീതിയിൽ അന്റാർട്ടിക്കയിലെ ഹിമപാളികൾ അതിവേഗം ഉരുകിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ലണ്ടൻ നഗരത്തിന്റെ വലിപ്പമുള്ള ഹിമപാളികളാണ് ഇവിടെ അപ്രത്യക്ഷമായത്. സമുദ്രനിരപ്പ് ഉയരുമെന്ന ആശങ്കകൾക്കിടയിലാണ് നൂറുകണക്കിന് അസാധാരണ ഭൂകമ്പങ്ങൾ തെയ്റ്റിസ് ഹിമാനിയയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡുംസ്ഡേ ഗ്ലേഷ്യർ എന്നറിയപ്പെടുന്ന ഈ ഹിമാനിയയിലെ ചലനങ്ങൾ വെറുമൊരു പ്രകൃതി പ്രതിഭാസമല്ല, മറിച്ച് ലോകാവസാനത്തിന്റെ സൂചനയാണോ എന്ന് ശാസ്ത്രലോകം ഭയപ്പെടുന്നു. ഡൂംസ്ഡേ ഗ്ലേഷ്യർ അഥവാ ലോകാവസാനത്തിന് ഹിമാനി എന്ന് വിളിക്കപ്പെടുന്ന തെയ്റ്റിസ് ഹിമാനിയിൽ 2021 2023 ഇടയിലായി നൂറുകണക്കിന് അസാധാരണ ഭൂകമ്പങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ഭൂമിശാസ്ത്രപരമായ ചലനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹിമപാളികൾ വിണ്ടുകീറി സമുദ്രത്തിലേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന വലിയ പ്രകമ്പനങ്ങളാണ് ഈ ഭൂകമ്പങ്ങൾക്ക് പിന്നിലെന്നാണ് ജിയോഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സിന്റെ പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ബ്രിട്ടന്റെ അത്രയും വലിപ്പമുള്ള ഈ ഹിമാനി പൂർണ്ണമായും കടലിലേക്ക് പതിച്ചാൽ സമുദ്രനിരപ്പ് 10 അടിയോളം ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് സംഭവിച്ചാൽ ലോകത്തിലെ പല തീരദേശ നഗരങ്ങളും കടലിനടിയിലേക്കും കോടിക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി മാറുകയും ചെയ്യും. തേജസിനും പൈൻ ദ്വീപിനും ഇടയിലാണ് ഈ ഭൂചലനങ്ങൾ കൂടുതലായി കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 20 വർഷം മുൻപ് ഉത്തര കൊറിയ നടത്തിയ ആണവ പരീക്ഷണത്തിന് സമാനമായ തീവ്രതയുള്ള പ്രകമ്പനങ്ങളാണ് സെൻസറുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ഈ പ്രതിസന്ധിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. വേനൽക്കാലത്തിന്റെ അവസാനത്തിൽ സമുദ്രജലത്തിന് ചൂടുകൂടുമ്പോൾ ഹിമാനിയുടെ അടിത്തട്ടിലെ പിടുത്തം അയയുകയും വലിയ മഞ്ഞുപാളികൾ അടർന്നു മാറുകയും ചെയ്യുന്നു. ഒരു മഞ്ഞുപാളി താഴെ വീഴുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ഷോക്ക് വേവ്സ് സമീപത്തെ മറ്റു പാളികളെയും ദുർബലമാക്കുന്നു. ഇതൊരു സ്വാഭാവിക പ്രക്രിയയല്ല, മറിച്ച് പ്രകൃതി നമുക്ക് നൽകുന്ന അവസാനത്തെ മുന്നറിയിപ്പാണ്. ഹിമാനികൾ ഒരു മായക്കാഴ്ച പോലെ ഇല്ലാതാകുമ്പോൾ സമുദ്രം കരയെ വിഴുങ്ങുന്ന കാലം അതിദൂരെയല്ലെന്ന് ഈ ഭൂകമ്പങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഭൂമിയിലെ ഏറ്റവും വലിയ ഐസ് ഷീറ്റിലെ ഈ വിള്ളലുകൾ കേവലം മഞ്ഞുരുകളല്ല, മറിച്ച് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് മേലുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ്. ആഗോളതാപനത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഈ ഭൂകമ്പങ്ങൾ നാളെ വലിയൊരു പ്രളയത്തിന്റെ ഇടിമുഴക്കമായി മാറും.